അമ്മയാ സാറ്. സ്റ്റാഫ് റൂമിലാണ് കിടക്കുന്നത്, ബെഞ്ചിന്റെ പുറത്ത്. ഇവിടെ താമസിപ്പിച്ചാൽ മനുഷ്യർ അപവാദം പറയില്ലേ മോളെ? എന്ത് അപവാദം പറയാൻ? അഥവാ പറഞ്ഞ നമുക്കെന്താ? ഗോപി സാർ നല്ല മനുഷ്യനാണ്, നമ്മുടെ ബാലേട്ടനെ പോലെ. വെറുതെ വഴിയെ പോണ വയ്യാവേലി വലിച്ച് തലേ വയ്ക്കണ്ട. എനിക്കതേ പറയാനുള്ളൂ. പിന്നെ മോളെ ഇഷ്ടം പോലെ. കാര്യം പാലം. പാലമോ? പുഴയിലൊരു പാലം പണിയാൻ. വെറുതെ ഒപ്പിടാൻ കിട്ടുപിള്ളേ കിട്ടത്തില്ല. എടോ, ഇത് പൊതുക്കാര്യമാണ്. എന്റെ സ്വന്തം കാര്യമായത് കൊള്ളാം. ഒപ്പിടണോ? കിട്ടോ? ഈ കാര്യത്തിൽ കിട്ടുപിള്ളയുടെ ഒപ്പം അത്യാവശ്യമാണ്. എടോ കുഷ്ടപിള്ളേ, ഇത് പാലം പണിയാനുള്ളതല്ല. തന്റെ ഗോപി സാറിനെ സ്ഥലം മാറ്റാനുള്ള അപേക്ഷ. താൻ അയാളുടെ ശിങ്കിടിയാണല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്നാലേ ഞാനത് ഒപ്പിട്ടിട്ടില്ല. കണ്ണു തുറന്ന് കടലാസ് നോക്ക. ഒപ്പിട്ടത് ഏതോ ഒരു കൃഷ്ണൻകുട്ടിയാ. എടാ, ഞാൻ പിയൂണാണെങ്കിലും എനിക്ക് ഉണ്ടടാ കുറച്ചൊക്കെ വിവരം. ഞാൻ നീ അന്നേരം ചോദിച്ചേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, സല്ല ടീച്ചറോ? എന്താ ഇത്ര നേരത്തെ? ഒന്നുമില്ല, സാറിന്റെ വാച്ച് നഷ്ടപ്പെട്ടു എന്ന് കേട്ടു. ഇവിടെ ഒരടച്ചുകെട്ടും പൂട്ടും ഇല്ലാത്ത സ്ഥലമാണ്. ഓ, അതൊന്നും സാരമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ എങ്കിൽ ഇവിടെ തുടരുന്നത് തന്നെ അപകടമാണ്. ആ ഹോട്ടലിലെ ഊണ്, ദാമോദരനെയും കൂട്ടുകാരുടെയും ശല്യം. അയാൾ വല്ലാത്ത ഒരുത്തനാ. ഓ, അത്രേ ഉള്ളൂ. സാറിന് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. എന്താ ഒന്നും പറയാത്തത്? എന്തോ പറയാൻ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞങ്ങൾ ഈ നാട്ടുകാരാ. വല്ലയിടത്തും വന്നവനൊക്കെ ഇവിടെ കൊടികുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. തെറ്റ് കണ്ടാൽ അധ്യാപകർ ശിക്ഷിച്ചെന്നിരിക്കും. അതിനെ രക്ഷകർത്താക്കൾ പ്രതിഷേധിക്കുന്നത് ശരിയല്ല. എവനൊക്കെ അധ്യാപകൻ. പകൽ മുഴുവൻ കള്ളുഷാപ്പില്, രാത്രിയില്ല വേശിയുടെ വീട്ടിൽ. അവൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഞാൻ തീറ്റും. അവിടെ ഊണ് കഴിക്കുന്നു എന്നല്ലാതെ. അവിടെ ഊണ് കഴിക്കുന്നവർ ഏത് തരക്കാരാണെന്ന് ചിന്തിക്കണം. സാറിന് അവിടെ കയറി ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാം. ഒരു പരിധി വരെ എനിക്കൊരു ഇടപെടാൻ പറ്റൂ. സാർ ഇടപെടണ്ട. ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ ഇങ്ങോട്ട് അയക്കില്ല. ഇത് കണ്ടോ, നാട്ടുകാർ 500 പേര് ഒപ്പിട്ട പരാതിയാ. ഇത് ഇന്ന് തന്നെ ടിവിക്ക് അയക്കും. ഹെഡ്മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് ഉപദേശിക്കാം, താക്കീതും ചെയ്യാം. അത് കഴിഞ്ഞ് പരാതി അയച്ചാൽ പോരെ? പോരാ, ഇത് ഇന്ന് തന്നെ അയക്കും. മുകളിൽ നിന്ന് ഇതേപ്പറ്റി സാറിനോട് ചോദിക്കും. അവൻ അനുകൂലമായി സാർ ഒരു അക്ഷരം പറയരുത്, എഴുതുകയും വരുത്. അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. എന്നാ സാറ് അയാൾക്ക് സൈഡ് നിന്നോ, നോക്കിക്കോ എന്താ വരാൻ പോകുന്നതെന്ന്. പ്രേരിപ്പിക്കാതാമോ? ഞാനൊരു നാട്ടുകാരനാണ്. വേണ്ടത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തലയിക്കണം വന്നാലോ? ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. വരടാ. തുളസിക്കുഞ്ഞേ, തുളസിക്കുഞ്ഞേ. എന്താ മാളു? വിശേഷങ്ങൾ അറിഞ്ഞോ? എന്താ മാളു? ആ ദാമോദരനും കൂട്ടരും സാറിനെതിരായി ഒപ്പിടിവെക്കുന്നു. പള്ളിക്കുടത്തി ചെന്ന് 1-ാം സാറിനെ കണ്ടെന്നും കേട്ടു. ഓ, ഒരു ചോണക്കുട്ടനാ സാറ്. ദാമോദരന്റെ എട്ടുകളിയൊന്നും സാറിന്റെ അടുത്ത് നടക്കില്ല. ഇനി അടിപൊളി ഉണ്ടാവുമോന്നാ എന്റെ പേടി. ഇനി ഉണ്ടാവണമെന്ന എന്റെ ആശ. അതെന്താ അടിപൊളെ? ഇനി ഒരു അടിപിടി ഉണ്ടായാലേ ദാമോദരന്റെ നടു ഓടിഞ്ഞത് തന്നെ. ആ, നിന്റെ കല്യാണം എന്നാ അടിപൊണ്ണേ? ഉടനെ വേണമെന്ന എന്റെ ആശ. പക്ഷേല് അച്ഛൻ പറയണു മുത്തിയുടെ തുള്ളല് കഴിയട്ടെ എന്ന്. ആ സ്ത്രീ അത്ര ചീത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ മാനദണ്ഡം വെച്ച് ഒരു അധ്യാപകൻ ജീവിക്കണമെന്നുണ്ടോ? ഇല്ലെന്നല്ല അഭിപ്രായങ്ങൾ മാനിക്കണ്ടേ? എനിക്കും അഭിപ്രായമില്ലേ സർ. ആ അഭിപ്രായ പ്രകാരം ജീവിക്കാൻ എനിക്കും സ്വാതന്ത്ര്യമില്ലേ? ഈ സ്വാതന്ത്ര്യം തെറ്റിലേക്ക് നീങ്ങുന്നു. ശരിയും തെറ്റും വേർതിരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ചിലപ്പോൾ നാം കാണുന്ന തെറ്റ് ശരിയും
ശരി തെറ്റുമായിരിക്കും. വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറില്ല. ഗോപി, ഒരു അധ്യാപകന്റെ നിലയിൽ നിന്നും നിങ്ങൾ വഴുതി പോകുന്നു. അധ്യാപകനെ ചോരയും നീരുമുള്ള ഒരു മനുഷ്യനായി കണക്കാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സർ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ സ്ഥാപനത്തിന് വേണ്ടി ആ ഹോട്ടലിലെ തീനും കുടിയും നിങ്ങൾ ഉപേക്ഷിക്കണം. മറ്റൊരു സ്ഥലം എനിക്ക് വേണ്ടി സാറിന് ചൂണ്ടിക്കാണിക്കാം. സാറേ, എന്റെ വീട്ടിൽ നല്ല സൗകര്യമാണ്. സാർ അങ്ങോട്ട് വാ. മുറിയുണ്ട്, കട്ടിലുണ്ട്, പായുണ്ട്, എല്ലാം കൊണ്ടും സംഗതി ജോർ. എന്നാൽ ഇന്ന് ഞാൻ കൂടെ വരാം. മഴ പെയ്യണത് കണ്ടില്ലേ? താഴെ വീഴും. അയ്യോ, പറഞ്ഞാലും കേക്കത്തില്ല. ശാപങ്ങൾ. ഒന്ന് നിക്കണടാ അവിടെ. ഇങ്ങോട്ട് വരി. ആരാണ്ടൊക്കെ വരുന്നു. മക്കളെല്ലാരും ശബ്ദം ഉണ്ടാക്കാതെ ഒന്ന് മാറിയെന്ന്. സാറേ, ഇതാ എന്റെ അമ്മ. നമസ്തേ. മക്കൾ ഇവിടെ വന്നു. ഞാൻ സാറിനെ നമ്മുടെ വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. വാ സാർ. സാർ അങ്ങോട്ട് ഇരുന്നു. എടീ നളിനികുമാരി, ഇരിക്കു സാറേ. നളിനകുമാരി, നീ ഇങ്ങോട്ട് വന്നേ. ഇതാണ് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാറ്. നിങ്ങൾ എന്തിനാ ഈ ദാരിദ്ര്യം കാണാൻ സാറിനെയും കൂട്ടിക്കൊണ്ട് വന്നേ? ദാരിദ്ര്യമോ? ആണുങ്ങളുടെ മുമ്പ് വെച്ചാണോടെ അനാവശ്യം പറയുന്നത്? വാ സാറേ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇനി കിട്ടുള്ള വയ്ക്കോ? വേണ്ട സാറേ, ഞാൻ സാറിനെ സ്കൂളിൽ കൊണ്ടിയാക്കാം. സാറേ, ഞാൻ സാറന്മാരോട് 5 or 10 രൂപ കടം വാങ്ങിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം സാർ എന്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ നിന്നും കിട്ടുള്ള വാങ്ങിച്ച കാശ് തിരിച്ചു തരണ്ട. സാറേ, ഞാനൊരു കാര്യം പറയാം. എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പം ഞാനൊരു മോഷണം നടത്തി സാറേ. സാറിന്റെ വാച്ച് ഞാൻ മോഷ്ടിച്ചു. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് 8 പേരെങ്ങനെ ജീവിക്കും സാറേ? സാർ എന്നോട് ക്ഷമിക്കണം സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. എന്തോ നാടോ ഇത് ഒച്ചഴയുന്ന പോലെ പോകുന്നു. ഒന്ന് വേഗം പോടോ, അക്കരെ പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. അത്ര അത്യാവശ്യമാണെങ്കിലേ നീന്തി പോയാൽ മതി. വള്ളം വേഗത്തിലേ പോകും. ചുമ്മാ ഇരിക്കണ മാതിരിയല്ല, തുഴയുമ്പോ അറിയാൻ പ്രയാസം. എടാ, നമ്മൾ പറഞ്ഞിട്ട് ഒരു വിലയില്ലല്ലോ ദാമുണ്ണ. ദാമുണ്ണ, ഇതുപോലെ രേലസ് എനിക്കും കിട്ടണം. എന്നിട്ട് വേണം ഇവനെയൊക്കെ കീച്ചാൻ. പല ആ കറി വിളമ്പണ്ട. മോളെവിടെ? ഉറക്കമായി. ഇതുവരെ സാറിനെ കാത്തിരുന്നു. ഞാനല്പം താമസിച്ചു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? സന്ധ്യ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഞാൻ പട്ടിണി കിടക്കണം. ബാലന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാം. രാത്രി ഞാനിവിടെ വരുന്നത് കൊണ്ട് തുളസിക്ക് വല്ല അസൗകര്യമുണ്ട്? ഇല്ല സർ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആ ദാമോദരനും കൂട്ടരും അവസരം കാത്തു നടക്കുകയാണ്. സാരമില്ലെന്ന്. മഴ കാണുമ്പോ കുട നിവർക്കണമെന്നല്ലേ? ടീച്ചറെ, എനിക്കൊരു 10 രൂപ വേണമല്ലോ. എന്താ കിട്ടുപിള്ളേ, ഈ മാസത്തെ തന്നെ എത്രാമത്തെ പ്രാവശ്യമാ? എത്ര കിട്ടിയാലും കിട്ടുപിള്ളക്ക് തികയില്ലേ? എന്ത് ചെയ്യാനാ ടീച്ചറെ? തന്തയും തള്ളയും ഭാര്യയും മക്കളെ എല്ലാരെയും പോറ്റുന്നത് ഇവിടുന്ന് കിട്ടുന്നോണ്ടല്ലേ. ടീച്ചർക്കറിയാലോ ഇവിടുന്ന് എന്ത് കിട്ടുമെന്ന്. ഉള്ളവർക്കല്ലേ തരാൻ തോന്നുന്നു. ടീച്ചറെ, ഈ മാല എത്ര പവനാ? ഇത് 5 പവൻ, ഇത് 15 പവൻ. ഓ, ഇത്രയൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ കിട്ടുപിള്ള രക്ഷപ്പെട്ടു പോയത്.